ഹായ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ എൻ്റെ സ്വന്തം ഡ്യൂട്ടി SSLC പരീക്ഷയൊക്കെ വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു. അടുത്ത ദിവസം ഇലക്ഷൻ്റെ അവസാനഘട്ട ഡ്യൂട്ടിയായ കൗണ്ടിങ്ങിന് പോകണം. കൗണ്ടിങ്ങിന് എനിക്ക് കിട്ടിയിരിക്കുന്നത് മണക്കാല, അതായത് അടൂർ കഴിഞ്ഞിട്ട് ഉള്ളൊരു സ്ഥലമാണ് മണക്കാല. അവിടെ ഒരു സ്കൂളിലായിരുന്നു സെൻറ്റർ. രാവിലെ 7 മണിക്ക് അവിടെ എത്തണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ എൻ്റെ കൂടെ വേറെ 2 ടീച്ചേഴ്സ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരൂടെ 6:30 ആയപ്പോഴേ മണക്കാലി എത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഒരു ഉത്സവത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. എന്ന് പറഞ്ഞാൽ വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രതിനിധികളെല്ലാവരും കൂടി ചേർന്നൊരു വലിയ ഉത്സവത്തിൻ്റെ ഒരു മേളമായിരുന്നു. അപ്പം അങ്ങനെ ചെന്ന് ഞങ്ങൾ 7 മണിക്ക് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടി. കഴിഞ്ഞിട്ട് അതാത് കൗണ്ടിങ് ബൂത്തിലേക്ക് പോയി. എൻ്റെ കൗണ്ടിങ് ബൂത്തിലുണ്ടായിരുന്നത് ടീച്ചേഴ്സ് അല്ലായിരുന്നു, ഹയർ ഒഫീഷ്യൽസ് ആയിരുന്നു കേട്ടോ, വേറെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള. അപ്പോൾ അവരൊക്കെ വളരെ ബഹുമാനത്തോടെയും വളരെ എൻജോയ് ചെയ്തായിരുന്നു അവർക്ക് ഡ്യൂട്ടി ചെയ്തത്. അതൊക്കെ ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും അവിടെ നേരിട്ടിട്ടില്ല. കൗണ്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആര് ജയിക്കും ആര് തോക്കും എന്നല്ലേ. ഓരോ വോട്ടിംഗ് മെഷീന് എടുക്കുമ്പോഴേക്കും അതിൽ ആർക്കാണ് കൂടുതൽ, ആരായിരിക്കും മുന്നിലേക്ക് വരിക, ആര് പിന്നിലേക്ക് പോകുന്നു, അതൊരു വല്ലാത്തൊരു ഇതാണ്. കാരണം അത് നമ്മുടെ ചുറ്റും മറ്റേ രാഷ്ട്രീയ പ്രതിനിധികളുണ്ട്, വലിയ ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ണും കാതും വോട്ടിംഗ് മെഷീനിലോട്ട് മാത്രം നോക്കി നിൽക്കുന്ന ഒരു രീതിയായിരുന്നു. ഓരോ നിമിഷം കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും ആരാണ് മുന്നിൽ വരുന്നതെന്നുള്ളൊരു ആകാംക്ഷ നിറഞ്ഞ ഒരു അന്തരീക്ഷം. ഭയങ്കര രസകരമായിരുന്നു കേട്ടോ. അപ്പം ഈ കൗണ്ടിങ് ഡ്യൂട്ടിയൊക്കെ കിട്ടിയാലുണ്ടല്ലോ, പോകാതിരിക്കരുത്. ഒരു നല്ല അനുഭവം അത്. എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. അതുകൊണ്ട് ഇലക്ഷൻ ഡ്യൂട്ടി, എല്ലാ ഡ്യൂട്ടികളും നല്ല, ചിലപ്പോഴൊക്കെ നമുക്ക് പണി കിട്ടാറുണ്ട്. എന്നാലും പിന്നെ എനിക്കൊന്നൊരു 99% നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു, അതിൽ പേടിക്കാനായിട്ട് ഒന്നുമില്ല. അങ്ങനെ 8 മണിയായപ്പോഴേക്കും കൗണ്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ 9 മണിയായപ്പോൾ അവിടുന്ന് തിരിച്ചു പോന്നു. തിരിച്ചു വന്നപ്പം ടീച്ചേഴ്സ്, എൻ്റെ കൂടെ 2 പേരുണ്ടായിരുന്നല്ലോ, അവർ പറഞ്ഞു, ടീച്ചർ സർട്ടിഫിക്കറ്റ് ഒന്നും എടുത്തില്ല, ഞങ്ങളൊക്കെ സർട്ടിഫിക്കറ്റും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ മണ്ടികളായി. ടീച്ചർ മിടുക്കിയായല്ലോ എന്ന്. കാരണം അവിടെ കൊറോണയൊന്നും ഒരു കാര്യമില്ല, അവിടെ കൊറോണയില്ല, ഒന്നുമില്ല. മാസ്ക് വേണ്ടവർക്ക് വയ്ക്കാം, ആരും സർട്ടിഫിക്കറ്റ് വയ്ക്കാനില്ല, ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് വളരെ രസകരമായിട്ട് കൗണ്ടിങ് ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി അടുത്ത ഡ്യൂട്ടി ഞാൻ പറയാൻ പോകുന്നത് കൊറോണ ഡ്യൂട്ടിയെക്കുറിച്ചാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.